ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു മെഹന്തി ട്രിക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ നമ്മുടെ മെഹന്തി ഇല നഖത്തിലിട്ട് കഴിയുമ്പോൾ അവർക്കൊരു റെഡ് കളർ കിട്ടാറില്ല കേട്ടോ, ഒരു യെല്ലോ ലൈറ്റ് കളറാണ് കേട്ടോ കിട്ടാറ്. എനിക്കും ഇതുപോലെ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്കും ഇതുപോലെ കളറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റെഡ് കളർ കിട്ടി കേട്ടോ. അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് നമുക്ക് കോണൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മെഹന്തി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മൈലാഞ്ചി ഇല, ഏത് ചോക്കാത്ത മൈലാഞ്ചിയുടെ ഇലയായാലും നമുക്കിതിൽ വർക്കാവും കേട്ടോ. അപ്പോൾ ചോക്കാത്ത മൈലാഞ്ചി ആണെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഈ ഒരു ട്രിക്ക് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഏത് ഇലയിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടത് മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗ്രാമ്പു കുറച്ച് വേണം കേട്ടോ. ഇത്രയും ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 2 സ്പൂണ് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൈലാഞ്ചി തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നമുക്ക് എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ കോഫി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് കേട്ടോ നമ്മുടെ വാട്ടർ. അത് നന്നായിട്ട് ചൂടായിട്ടുള്ള വാട്ടർ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗ്രാമ്പു എന്തിനാ ഇതിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിയൊക്കെ നമുക്ക് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഗ്രാമ്പു ഇടുന്നത്. ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റെഡ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അത് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റെഡ് കളർ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കണ്ടോ, ഈ ഒരു രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി വാട്ടറൊക്കെ ഇതാ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മൈലാഞ്ചി ഇല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ കോഫി വാട്ടർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കോഫി പൗഡറൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. മൈലാഞ്ചി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ മൈലാഞ്ചി ഒന്ന് ചതഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. നമ്മുടെ ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തു. എന്നിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മൈലാഞ്ചി ഒന്ന് അടിച്ചെടുക്കാം. മെഹന്തിയിലൊക്കെ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. ഇനി നമുക്കത് നെയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ജാറിന്നൊന്നതാ ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പത്തിന് നിങ്ങൾക്ക് അതിൻ്റെ കളറ്, എൻ്റെ കൈയിൻ്റെ കളറിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാം കേട്ടോ. അത്രയും റെഡ് കളർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഗ്ലൗസ് ഒക്കെ ഇടാൻ മറന്നു പോയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളർ വരില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ചോർത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് നെയിലൊന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. നമ്മുടെ ലെമൺ ഒന്ന് കുറച്ച് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരും. അപ്പം ഗൈസ്, അപ്പം നമ്മളിതൊന്ന് നെയിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ നെയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇത് ഉണങ്ങിയ ടൈമിൽ ഇനി കാണിക്കാം. അപ്പോൾ നമ്മുടെ മെഹന്തി ഒക്കെ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ലെമണും ഷുഗറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമുക്കത് എടുക്കാം കേട്ടോ. ഇനി അത് നമുക്ക് നന്നായിട്ട് ഉണങ്ങി വരണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈലാഞ്ചിക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് പൊളിച്ച് നോക്കാം. ഫസ്റ്റ് ലെയർ തന്നെ ഇട്ടപ്പോൾ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 times ഒക്കെ ഇട്ട് കൊടുത്താൽ അതിന് നന്നായിട്ട് ഡാർക്കായിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു 2 times ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് കട്ടിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.